അവനെ പോത്തിഫസിന്റെ വീട്ടിൽ വിട്ടു. പോത്തിഫസിന്റെ വീട്ടിൽ വിട്ടപ്പോ അവരെല്ലാവരും കച്ചവടക്കാരാ, നിങ്ങൾക്കറിയാം, നിങ്ങൾ മീൻ വാങ്ങിക്കാമോ, മീന് നല്ല പച്ചയോ കെട്ടതോ കുത്തി നാക്കയില്ലേ, ഇങ്ങനെ ചൂര വരുന്നത് ഇങ്ങനെ കുത്തി നോക്കിയത് വാങ്ങിക്കാം. അതേപോലെ യോസേഫിനെ കൊണ്ട് വിദ്യാലയത്തിൽ അടിമൊക്കത്തിൽ വലിയ നിരത്തി വിട്ടു. അവരെല്ലാവരും അതുപോലെ കച്ചവടക്കാരനെ കരുതി വാങ്ങിക്കുക, അടിവെച്ച് വാങ്ങിക്കുന്നത് അവരെ കുത്തി നോക്കും, തട്ടി നോക്കും, ഇടിച്ചു നോക്കും. സ്രാവുണ്ടാവും എന്നല്ല, അടിമയെന്നത് വീട്ടിനകത്തുള്ള സകല വേദനയും ചെയ്യണം. അവരിങ്ങനെ കുത്തി നോക്കാം, ഇവരെ തട്ടി നോക്കാം, ഇവരെ ഇടിച്ചു നോക്കാം, ഇവരെ ബലമുണ്ടാകുന്ന മസിൽസിനെ പിടിച്ചു നോക്കാം. ഇങ്ങനെയെല്ലാം നോക്കിയിട്ടാണ് യോസേഫിനെ പോത്തിഫസ് കണ്ടു. അവരുടെ വീട്ടിനകത്ത് കൊണ്ടുപോയപ്പോ പോത്തിഫസ് എന്തെങ്കിലും ഭാര്യ മാത്രം ഇവരെ ഏൽപ്പിച്ചില്ല, വേറെ എല്ലാ കാര്യവും ഇവരെ ഏൽപ്പിച്ചു. അവൻ ഇവരെല്ലാ കാര്യം ഏൽപ്പിച്ചപ്പോ ഇവർ അതിസന്തോഷമായി. ഇവരെ ഏൽപ്പിച്ചപ്പോ ദൈവമന്ത്രിയോ പോത്തിഫസിനെ അവനെ താനിക്ക് ലഭിച്ചു. നിങ്ങളൊരു ദൈവമക്കളെ, നിങ്ങൾ ആരും അസാധാരണമായിരിക്കരുത്. നിങ്ങളൊരു വീട്ടിൽ പോയി ആ ഭവനം അനുഗ്രഹിക്കണം.